കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം 95% ക്രിസ്ത്യാനികൾക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യം അറിയാമായിരുന്നു എങ്കിൽ ഈ വിശ്വാസികളുടെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് ഇന്ന് വിശ്വാസികൾ ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്നത്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കി ഓരോ വിശ്വാസിയും ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ കൂട്ടായ്മകളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ സംസാരത്തിനും നമ്മുടെ ജീവിതത്തിനും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ ഈ സത്യം അനേകർക്കും അറിയില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഈ ആരംഭ നാളുകളിലൊന്നും ഞാനും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഈ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ കുറേ നാളുകളായിട്ടാണ് ഞാൻ ഈ കാര്യത്തെ ഗൗരവമായി കാണുന്നതും ഈ വചനം, ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന വചനം എന്നെ വളരെ സ്വാധീനിച്ചതുമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചതായ ഒരു വചനമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, യേശുക്രിസ്തു മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95% വിശ്വാസികളും പറയുന്ന ഉത്തരം ഇതാണ്. അത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ചോദ്യം ഇതാണ്: എന്തിനാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മിൽ 95% പേരും പറയുന്ന മറുപടി ഇതായിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തു എന്തിനാ മരിച്ചതെന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അപ്പോൾ യേശു മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയുന്നത് എങ്ങനെയാണ്: എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, അല്ലെങ്കിൽ മാനവജാതിയുടെ പാവങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് പറയും. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു: നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി. അപ്പം നമ്മുടെ പാപം പോക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് എന്നുള്ള ആ സത്യം മാത്രമാണ് 95% വിശ്വാസികൾക്കും അറിയാൻ പാടുള്ളൂ. എന്നാൽ യേശു മരിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾ വായിച്ചു പോകാറുണ്ടെങ്കിലും അതിലൊന്നും നമ്മളുടെ മനസ്സോ അല്ലെങ്കിൽ ശ്രദ്ധയോ കേന്ദ്രീകരിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളൊരു ചടങ്ങെന്ന വണ്ണം വേദപുസ്തകം വായിച്ചങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ അതിലെഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മൾക്ക് പരിവർത്തനം വരുത്തുന്നതും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ഒരുപാട് വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ യേശുക്രിസ്തു മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും പറയുന്ന ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്: ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. അതുകൊണ്ട് നമ്മൾ ഇനി ദൈവമുമ്പാകെ പാപികളല്ല, ദൈവം നമ്മളെ നീതീകരിച്ചു, നമ്മളെ കുറ്റമുക്തരാക്കി
എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആശ്വസിക്കുകയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ലോകക്കാരെ പോലെ തന്നെ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. നമ്മളിപ്പോൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യേശുക്രിസ്തു പറഞ്ഞ അങ്ങനെയാണല്ലോ, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. അപ്പോൾ പാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവമക്കളായി നമ്മളെ തീർക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. അങ്ങനെ നമ്മളിപ്പോൾ പാവമോചിതരായി ദൈവമക്കളായി എന്ന് ആ സത്യം നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിന് പ്രകാരം നമ്മൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും യേശുക്രിസ്തുവിനോടുള്ള ബഹുമാനവും ഒക്കെ നമ്മൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ യേശുവിനെ അറിയാത്ത, അല്ലെങ്കിൽ യേശുവിലൂടെ രക്ഷ പ്രാപിക്കാത്ത ഈ ലോക മനുഷ്യരുടെ ജീവിത മാതൃകയെ പിൻപറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി നാം ദൈവമുമ്പാകെ പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഇരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാൻ വേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും പ്രാർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്നതും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഈ പറയുന്ന കാര്യം, ഈ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ദൈവവചനത്തിൽ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു സത്യമാണെന്നുള്ളതാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ്? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിച്ചതിൻ്റെ 2 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്നുള്ളത്. അതൊരു കാരണം മാത്രമാണ്. അതായത് രണ്ടാമത്തെ കാരണം ആണ് ഈ 95% ക്രിസ്ത്യാനികൾക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. ഒരു പ്രാവശ്യം കൂടി പറയാം. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഒരുപക്ഷെ നിങ്ങൾ ഈ വാക്യം പലവട്ടം വായിച്ച് കടന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ ആ വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം 2-ാം ഭാഗവും 15-ാം വാക്യത്തിൻ്റെ മുഴുവൻ ഭാഗവും ഞാനിങ്ങനെ വായിക്കാം. അത് 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ശ്രദ്ധിക്കണമേ നിങ്ങൾ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. അതായത് കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നാണ്. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയുന്നിങ്ങനെ: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അതായത് ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും മരിച്ചു എന്നും, അപ്പം ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ, അതായത് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു: നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച്
ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ യേശുക്രിസ്തു മരിച്ച രണ്ടാമത്തെ കാരണമാണിത്. യേശുക്രിസ്തു എന്തിനാ മരിച്ചത്? നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് നാം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്, അതായത് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നാണ്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഇരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിച്ചത് ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നാണ്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. അപ്പോൾ ക്രിസ്തു മരിക്കാനുള്ള രണ്ടാമത്തെ കാരണം നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും മരിച്ചു. അതാണ് 14-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഈ ഞാനും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളും മരിച്ചു. ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ മരിച്ചു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പം നാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട നമ്മെ എന്ത് ചെയ്തു? ദൈവം ക്രിസ്തുവിനെ അടക്കിയപ്പോൾ നമ്മളെയും അടക്കി. എന്നിട്ട് ദൈവം എന്താ ചെയ്തതെന്നറിയോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചു, അടക്കി. യേശുക്രിസ്തുവിനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി. അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, നമ്മളിപ്പോൾ പുതിയ മനുഷ്യനാണ്. അതായത് അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച നാം ഇനി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. യേശുക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. യേശുക്രിസ്തു ഉയർത്തപ്പോൾ എല്ലാവരും ഉയർത്തു. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇനി ജീവിക്കുന്നവർ, അതായത് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു നമ്മുടെ പാപം പോക്കി നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും പകരമായി അതിൽ നിന്ന് രക്ഷിക്കാനായി, നമ്മെ വിശുദ്ധീകരിക്കാനായി,
നമ്മെ നീതീകരിക്കാനായി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. അതാണ് ഒന്നാമത്തെ സത്യം. എന്നാൽ രണ്ടാമത്തെ സത്യം, അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ച ആ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിക്കുകയും ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ആ പുതിയ മനുഷ്യനായ നമ്മൾ ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് യേശുക്രിസ്തു മരിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം. നാം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മുടെ പാപം പോക്കിയ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ മരിച്ചത് ഒരു കാരണമാണെങ്കിൽ, രണ്ടാമത്തെ കാരണം അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഈ സത്യം പലർക്കും അറിയത്തില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നവർ ഇങ്ങനെ ജീവിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. റോമാലേഖനത്തിൽ നിന്ന് അതിൻ്റെ 14-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം കൂടി ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ഈ സത്യത്തെ ഉറപ്പിക്കുന്ന ഒരു സത്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. മരിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. ഈ സത്യം എത്ര വിശ്വാസികൾക്ക് അറിയാമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. ഇത് പൗലോസ് പറഞ്ഞ കാര്യമാണ്. പക്ഷെ പൗലോസ് ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ലെന്നാണ് പറയുന്നത്. പക്ഷെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, നാം ഇന്ന് ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ വേദപുസ്തകം പറയുന്ന സത്യം, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കണം, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കണം. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ സത്യം. പക്ഷെ ഈ സത്യം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സത്യത്താൽ നമ്മൾ പിടിക്കപ്പെടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സത്യം നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് നാം ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടല്ല, നാം കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജീവിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരാൻ വേണ്ടിയിട്ട് കർത്താവ് ജീവിക്കുവാണ്. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുകയല്ല, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാണെന്ന് വേണം നമ്മളിപ്പോൾ പറയാൻ. അതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്തത്. നാം കർത്താവിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നാം നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുന്നു, നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കർത്താവിനോട് യാചിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴും ജീവിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നാം കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നില്ല. പക്ഷെ പൗലോസ് പറയുന്നത്, ജീവിക്കുന്നവർ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മാറും. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവിത ഉദ്ദേശവും തമ്മിൽ അജഗജാന്തരമുണ്ട്, അല്ലെങ്കിൽ ആനയും അണ്ണാർക്കണ്ണനും പോലെയുള്ള വ്യത്യാസമുണ്ട്, അതല്ലെങ്കിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്.
അപ്പം ജീവിക്കുന്നവർ ഇനി നമുക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നാം ഇനി കർത്താവിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അപ്പം ഞാൻ ജീവിച്ചാലും മരിച്ചാലും ആർക്കു വേണ്ടി ജീവിക്കണം? കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അത് തന്നെ ആയിരിക്കണം വിശ്വാസികളും പറയേണ്ടത്. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. ഇതാണ് ദൈവമക്കളെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം. ഒരു കാരണം മാത്രമേ നമുക്കറിയാവുള്ളൂ, നമ്മുടെ പാവം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. അതിലും വളരെ സന്തോഷത്തോടു കൂടി നമ്മളങ്ങ് ജീവിക്കുക. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഇന്നും നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നില്ല എന്നുള്ള പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മുടെ ശിഷ്ടായുസ് നാം കർത്താവിനായി ജീവിക്കാൻ ഒരുങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഒന്നാമത്തെ കാര്യം. 2, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഈ 2 സത്യങ്ങളും തുല്യമായി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.